ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള 8ാം ക്ലാസ് 9ാം ക്ലാസ് 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്. അവരൊരു അധ്യാപകൻ, അവർക്ക് ക്ലാസ് എടുത്തുള്ള ആളെന്നുള്ള ഒന്നുമല്ല. എൻ്റെ ഫുട്ബോൾ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് കളിക്കാൻ നിൽക്കുന്നുണ്ട്. അവർ കുറച്ച് കഴിഞ്ഞ് അവരുടെ പല പ്രശ്നങ്ങളും പങ്കുവെക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കുറഞ്ഞു തരാം. ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ ഒരു കുട്ടിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. മറ്റേത് കുട്ടികൾ അവർ തമ്മിലാകുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അവൻ്റെ ചിലപ്പോൾ മൊബൈലിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും അവൻ പറഞ്ഞു കൊടുക്കുക. അത് വലിയ ഇഷ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം അഭ്യാസമായിട്ട് നമുക്ക് വിദ്യ കൊണ്ട് നടക്കണമെങ്കിൽ കുട്ടികളെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കണം. അതുപോലെ തന്നെ കണ്ടന്റ്മെന്റ് ഓറിയന്റഡ് ആക്കണം. അവരുടെ തൃപ്തിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണ് വേണ്ടത്. പിന്നെ എല്ലാവരെയും പാസ്സാക്കണം. ഇപ്പോൾ പിന്നെ കുട്ടികളുടെ ക്വാളിറ്റി നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ 4 ചോദ്യം ചോദിച്ചാൽ അയ്യോ, അപ്പം എല്ലാം നല്ലതിന് നമുക്ക് പറയാം. പക്ഷേ ലെവല് താഴത്തേക്കാണ് പോകുന്നത്. കുട്ടികൾക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനേ കഴിയുന്നില്ല. ആത്മഹത്യ റേറ്റ് കേരളം 1ാം സ്ഥാനത്താണ്. അപ്പോൾ ആത്മഹത്യ റേറ്റ് കുട്ടികളിൽ കൂടുതലാണെങ്കിൽ പേരൻസിനും ടീച്ചേഴ്സിനും സമൂഹത്തിനും ഇതിൽ പങ്കുണ്ട്. ഇത് മനസ്സിലാക്കണം.